മറ്റൊരു വലിയൊരു കാര്യമാണ്, ഒരു IPS മരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിൽ കസ്റ്റഡിയിൽ വന്നിരിക്കുന്നത് ഭാര്യയും മകളുമാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഈ പണം 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 അല്ലേ, ഏതൊക്കെ രീതിയിൽ പണം സമ്പാദിക്കാമോ ആ രീതിയിലെല്ലാം ഇങ്ങ് പോരട്ടെ എന്നുള്ള ചിന്താഗതിയാണ് മിക്കവാറും. ഈ ചിന്താഗതി മൂലമാണ് മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. ഇവിടെയും പറയുന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. ബാങ്കിലെ വായ്പയോ മറ്റു കാര്യങ്ങളല്ല. ഭാര്യ തന്നെ ആണ് അയാളെ കുത്തി കൊന്നതെന്ന് അവർ തന്നെ പറയുന്നതായിട്ടും ഉണ്ട്. മറ്റൊരു സുഹൃത്തിനോട് പറയുന്നുണ്ട് ന്യൂസിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു മനസ്സുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവർക്ക് ഇത്രയധികം പണം? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഈ പണം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മനസ്സുകളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? ഇവർക്കെല്ലാം, ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അനുകരണം കൂടുതലാണ്. അനുകരണം മൂലമുണ്ടാകുന്ന പ്രശ്നമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നു. അവരെ കണ്ടോ, വലിയ വീട്, അവർക്ക് ഇന്ന കാറുണ്ട്, അവർക്ക് അതുണ്ട് ഇതുണ്ട്, അവരുടെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണ്, എനിക്കും അങ്ങനെ ജീവിക്കണം, അടിച്ചു പൊളിച്ച് ഭയങ്കരമായിട്ട്. അപ്പം കാശുണ്ടോ? അത് നിങ്ങൾ കണ്ടെത്തണം എന്ന് ഭർത്താവിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയുടെ പ്രശ്നങ്ങൾ ഈ ഇത്തരത്തിലുള്ള സ്വൈര്യം, ഓരോന്ന് പറഞ്ഞ സ്വൈര്യം തരുന്നില്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് അതിനുള്ള മാർഗം കണ്ടെത്താൻ ശ്രമിക്കും. ചില ഭാര്യമാർക്ക് ഇതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ഒരു കുരുട്ട് ബുദ്ധിയൊക്കെ കാണും. ആ കുരുട്ട് ബുദ്ധിയൊക്കെ ഭർത്താവിന് ഊതി കൊടുക്കും. ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചൊരു IPS അപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലി, വരുമാനം എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ ജീവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ അടച്ചു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അമിതമായിട്ടുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്, ആർഭാടവും മറ്റു കാര്യങ്ങളും. അപ്പം തീർച്ചയായിട്ടും എന്താണ്, കടമുണ്ടാകും. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അങ്ങനെ എളുപ്പമൊന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മനസ്സിനെ കൺട്രോൾ ചെയ്യാതെ ഇഷ്ടം പോലെ വിട്ട് കഴിഞ്ഞാൽ, മനസ്സെ നീ ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിച്ചോളൂ, പ്രവർത്തിച്ചോളൂ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരാൾ തീരുമാനിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകും. ലാസ്റ്റ് ഈ മനസ്സ് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയും ചെയ്യും. സത്യമല്ലേ ഞാൻ പറഞ്ഞു? മനസ്സ് ശത്രുവായി മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത്. കാരണം ഓരോ പ്രശ്നം വരുമ്പോഴും മനസ്സ് നമ്മളുടെ കൂടെ അങ്ങ് നിൽക്കും. നിന്ന് ലാസ്റ്റ് എന്ത് ചെയ്യും? ലാസ്റ്റ് മനസ്സ് ഒരു എങ്ങും അല്ലാത്ത രീതിയിൽ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഇല്ല. ചിലർ പറയുന്നില്ലേ, എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഇല്ല, അല്ലെ എനിക്ക് മനസ്സിലൊന്നും തോന്നുന്നുമില്ല. മനസ്സിനെ കൂട്ടുപിടിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ, എൻ്റെ മനസ്സിലിങ്ങനെയാണ്, എൻ്റെ മനസ്സിലൊന്നുമില്ല, ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചോദിക്കില്ല, എന്ത് ചെയ്യും എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. അതുവരെ എല്ലാത്തിനും കൂട്ടുന്ന മനസ്സ് ലാസ്റ്റ് ശത്രുവായെന്നുള്ളതിന് തെളിവാണത്. അങ്ങനെ ഈ സ്ത്രീ എന്താണ്, മനസ്സ് ശത്രുവായി മാറുമ്പോഴാണ് ഇനി എന്ത് എന്നുള്ള രീതിയിൽ അറം പറ്റുന്ന രീതിയിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. എങ്കിലും അവർക്കറിയാമല്ലോ, അവരുടെ ഭർത്താവാണ്, മകളുടെ അച്ഛനാണ് എന്നൊക്കെ അറിയാം. എന്തിനു വേണ്ടിയിട്ടത് ചെയ്തു അല്ലേ? ജീവിതമൊന്നുമല്ല അവർക്ക് അവിടെ മുഖ്യം, പണത്തിൻ്റെ പേരിലാണ്. എന്തായാലും അത്രയും നല്ല ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ മരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ കുറേ മനസ്സുകൾക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഒരു അധപ്പതനം തന്നെയാണ് അല്ലേ? വലിയ വലിയ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ അല്ലേ? അപ്പം ചില സാധാരണക്കാരുണ്ട്, ബുദ്ധിയുള്ളവർ, അവർ നന്നായിട്ട് തന്നെ ജീവിക്കും. ഉള്ളത് കൊണ്ട് അവർ ഓണം പോലെ ജീവിക്കും അല്ലേ? അങ്ങനെയുള്ളവരൊക്കെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് കുറേ സീക്രട്ട് കാര്യങ്ങളൊക്കെയാണല്ലേ. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, അതാണ് എനിക്കും ആഗ്രഹം. ഓക്കെ.